സാംസങ് 2024 ഒക്ടോബറിൽ ഇറക്കിയ ഒരു എ സീരീസ് ബഡ്ജറ്റ് ഫോണാണ് A16. ഇതിന്റെ പഴയ വെർഷനായ A15 2024 രണ്ടാം ക്വാർട്ടറിൽ ഏറ്റവും കൂടുതൽ വിറ്റ സാംസങ് ഫോണാണ്. അത് കാരണമായിരിക്കണം A15 വിറ്റ് ഒരു വർഷം ആകുന്നതിന് മുമ്പ് A16 ഇറക്കിയത്. സാംസങ് ഇതിനെ സാധാരണക്കാരുടെ മൊബൈലായി നല്ലവണ്ണം മാർക്കറ്റ് ചെയ്യുന്നു. അതിന്റെ ഒരു വീഡിയോ സീരീസ് തന്നെ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. A15 അപേക്ഷിച്ച് മെച്ചപ്പെട്ട പ്രോസസ്സറും വലിപ്പം കൂടിയ 6.7 ഇഞ്ച് ഡിസ്പ്ലേയും A16 ഉണ്ട്. ഏകദേശം 19,000 രൂപയ്ക്ക് 8GB 128GB മോഡൽ ലഭ്യമാണ്. A15 അപേക്ഷിച്ച് A16 ഉള്ള പ്രത്യേകതകൾ നമുക്ക് നോക്കാം. 2024 ഇറങ്ങിയ MediaTek Dimensity 6300 പ്രോസസ്സർ A15നേക്കാൾ ഏകദേശം 10% ബെറ്റർ പെർഫോമൻസ് തരുന്നു. 6.7 ഇഞ്ച് വലിയ 90Hz AMOLED ഡിസ്പ്ലേ ഉണ്ട്. AMOLED എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ പേടിയാണ്. IP54 റേറ്റിംഗ് ഉണ്ട്. ചെറിയ മഴയോ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ചെറിയ പൊടിയോ ഒന്നും ഇതിന് പ്രശ്നമല്ല. NFC ഉണ്ട്. ടാപ്പ് ആൻഡ് പേ പറ്റും. സാംസങ് വാലറ്റ് ഉപയോഗിക്കാം. 6 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് സാംസങ് ഇതിന് ഓഫർ ചെയ്യുന്നത്. അതായത് ഇത് 2030 വരെ ഉപയോഗിക്കാം. A15 അത് 4 അപ്ഡേറ്റ്സ് ആയിരുന്നു. A16 ബാക്കി മോഡലുകളുമായി താരതമ്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ പോരായ്മകളൊന്നും നോക്കാം. പുതിയ പ്രോസസ്സർ ആണെങ്കിൽ ഇത് കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള പ്രോസസ്സറാണ്. എന്നാൽ ബാറ്ററി കൂടുതൽ കാലം നിൽക്കും എന്നവർ പറയുന്നുണ്ട്. 3 ക്യാമറ ഉണ്ടെങ്കിലും ഒന്നിനും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനും പറ്റില്ല. A15 ഉണ്ടായിരുന്ന ഹെഡ്ഫോൺ ജാക്ക് സാംസങ്ങിൽ എടുത്ത് കളയുകയും ചെയ്തു. കഷ്ടം തന്നെ. A15 പോലെ മോണോ സ്പീക്കറും ടിയർ ഡ്രോപ്പ് നോച്ചും താഴത്തെ താടിയും ഇതിലുണ്ട്. ഗൊറില്ല ഗ്ലാസ് ഇല്ല. സാംസങ് AI, സാംസങ് ഡെക്സ് തുടങ്ങിയൊന്നുമില്ല. ചാർജറും ഇയർഫോണും ഒന്നും തരുന്നുമില്ല. ഇപ്പം നിങ്ങൾ A16 വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ മോഡലുകൾ കൂടെ ചെക്ക് ചെയ്യുക. A16 പഴയ വെർഷൻ A15, ബഡ്ജറ്റ് M സീരീസിലെ പുതിയ തരം M55S, പിന്നെ A സീരീസിലെ ഹൈലി റേറ്റഡ് ആയ A35. A16 Dimensity 6300 പ്രോസസ്സർ A15നേക്കാൾ 10% ബെറ്റർ പെർഫോമൻസ് തരും. സാധാരണ ഉപയോഗത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഒരു പവർ യൂസർ ആണെങ്കിൽ 30% മുകളിൽ ബെറ്റർ പെർഫോമൻസ് ഉള്ള M55S A35 ആയിരിക്കും നല്ലത്. A16 ഡിസ്പ്ലേ A15നേക്കാൾ വലുതാണ്. A15 6.5 ഉള്ളപ്പം A16 6.7 ഇഞ്ച് വലിപ്പമാണുള്ളത്. എന്നാൽ ഇത് കൂടുതൽ വലിപ്പം തോന്നിക്കും. കാരണം A16 ബെസൽസ് ചെറുതാണ്. എന്നാൽ M55Sലും A35ലും കൂടുതൽ റിഫ്രഷ് റേറ്റും കൂടുതൽ ബ്രൈറ്റ്നസ്സും ഉണ്ട്. 1000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഈ മോഡലുകളിൽ നല്ല സൂര്യപ്രകാശം ഉള്ളപ്പോഴും സ്ക്രീൻ കാണാൻ പറ്റും. A16 A15 ടിയർ ഡ്രോപ്പ് നോച്ചും വലിയ താഴത്തെ താടിയുമാണുള്ളത്. എന്നാൽ M55Sനും A35നും പഞ്ച് ഹോൾ ഡിസൈൻ ആണുള്ളത്. ചിലർക്ക് ഈ ടിയർ ഡ്രോപ്പ് ഡിസൈൻ ഇഷ്ടമല്ല. പക്ഷേ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ മൊബൈലിനും 5000 mAh ബാറ്ററി ആണുള്ളത്. എന്നാൽ M55S 45 വാട്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. 25 വാട്ട് ചാർജറിൽ ഫുൾ ചാർജ് ആകാൻ 1.5 മണിക്കൂർ എടുക്കുമ്പോൾ 45 വാട്ടിൽ 50 മിനിറ്റിനടുത്ത് മതി. എന്നാൽ സാംസങ്ങിന്റെ 45 വാട്ട് ചാർജറിന് 3500 രൂപയോളം വിലയുണ്ട്. എല്ലാത്തിലും ട്രിപ്പിൾ ക്യാമറയാണ്. എന്നാൽ A15നും A16ലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോ 4K വീഡിയോ റെക്കോർഡിംഗോ ഇല്ല. ഇതിൽ ഏറ്റവും നല്ല ക്യാമറകളുള്ളത് A35 തന്നെയാണ്. M55Sലെ ക്യാമറകൾക്ക് എനിക്ക് നല്ല ലാഗ് അനുഭവപ്പെടും. A16ൽ പുതുതായി വന്ന 2 ഫീച്ചേഴ്സ്, ഒന്ന് IP54 റേറ്റിംഗ് ആണ്. വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസും ഒക്കെ ഉണ്ട്. 2 NFC സപ്പോർട്ടാണ്. എന്നാൽ A15 ഓഡിയോ ജാക്ക് എടുത്ത് കളയുകയും ചെയ്തു. ഗൊറില്ല ഗ്ലാസ് IP67 റേറ്റിംഗ് വേണമെങ്കിൽ A35 തന്നെയാണ് ശരണം. നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ IP റേറ്റിംഗ് ഉള്ള A16 A35 തന്നെ വാങ്ങുക. ബാക്കി ഒന്നിലും ഇല്ലാത്ത ഒരു കാര്യം സാംസങ് A16 തരുന്നുണ്ട്. ബാക്കി എല്ലാ മോഡലിനും 4 OS അപ്ഡേറ്റ്സ് സാംസങ് തരുമ്പോൾ ഇതിന് 6 ആൻഡ്രോയിഡ് മേജർ OS അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്യുന്നത്. അതായത് 2030 വരെ ഉപയോഗിക്കാം. പക്ഷേ സാംസങ് തന്നെ പറയുന്നുണ്ട് ഈ പോളിസി എപ്പോൾ വേണമെങ്കിലും മാറ്റാമെന്ന്. എനിക്ക് തോന്നുന്നില്ല 6 വർഷത്തെ ആൻഡ്രോയിഡ് ഫീച്ചേഴ്സ് ഒക്കെ Dimensity 6300 താങ്ങുമെന്ന്. എന്നാലും ദീർഘകാലം ഫോൺ ഉപയോഗിക്കുന്നവർക്ക് സെക്യൂരിറ്റി കുറിച്ച് പേടിക്കാതെ ഇത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിന്റെ വിലകളെല്ലാം ഒന്ന് നോക്കാം. A16 ഏകദേശം 19,000 രൂപയാണ് വില. A15 18,000 റേഞ്ചിൽ കിട്ടുന്നതാണ്. M55S 21,000 രൂപയും A35 ഏകദേശം 22,000 രൂപയാണ് ഓഫർ വില. ഈ വിലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഏകദേശം 2,000 രൂപ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ 6GB മോഡൽ വാങ്ങിക്കാം. A15 ആയാലും A16 ആയാലും. പക്ഷേ ഞാനതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. എൻ്റെ ചോയ്സ് A35 ആണ്. ഏതാണ് നിങ്ങളുടെ ചോയ്സ്?